തിരുവനന്തപുരം കോർപ്പറേഷനിലെ 101 കൗൺസിലർമാരോടും അവിടുത്തെ സംവിധാനങ്ങളോടും പറയാനുള്ളത്, നിങ്ങൾ പൊളിറ്റിക്കൽ മെച്യൂരിറ്റി കാണിക്കണം. നിങ്ങൾ രാഷ്ട്രീയ പക്വത കാണിക്കണം. അത് ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും വലിയ രാഷ്ട്രീയ പക്വത നിങ്ങൾ കാണിക്കേണ്ടതുണ്ട്. നിർഭാഗ്യവശാൽ നിങ്ങളത് ചെയ്യുന്നില്ല. രാഷ്ട്രീയമെന്ന് പറയുന്നത് ഒരു ഗുണ്ടായുസവും പേക്കൂത്തും തമ്മിലടിയും ബഹളവും അട്ടഹാസവും ഒന്നുമല്ല. മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്. അതേസമയം തെരുവിൽ സമരം ചെയ്യുമ്പോൾ, സെക്രട്ടേറിയറ്റിൻ്റെ ഇടയിൽ ചെയ്യുമ്പോൾ, മറ്റ് ഓഫീസുകളുടെ മുന്നിൽ സമരം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് കുറേ സംഘർഷവും ബഹളവും ഒക്കെ ഉണ്ടാകും. അത് മാസിൻ്റെ ഒരു സംഘർഷമാണ്, മോബിൻ്റെ സൈക്കോളജിയാണ്. മോബിനെ അങ്ങനെ ആർക്കും കയറി നിയന്ത്രിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. മോബ് സൈക്കോളജി വേറെയാണ്. പക്ഷേ കൗൺസിൽ ഹാൾ എന്ന് പറയുന്നത് ഒരു മോബ് സൈക്കോളജിയുടെ തിയറി വർക്ക് ചെയ്യേണ്ട ഹാളല്ല. അസംബ്ലിയിലും ഇതുപോലെ നടന്നുകൂടാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. സ്പീക്കറുടെ ഡയസിൽ കയറി സ്പീക്കറുടെ ഡയസ് അടിച്ച് പൊളിക്കുക, അവിടെ കയറി സംഹാര താണ്ഡവമാടുക, നൃത്തം ചവിട്ടുക, ഇതൊന്നും നമുക്ക് ചിരപരിചിതമല്ല. ഒരു കാരണവശാലും അത് MLA-മാരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അതുപോലെയാണ് കോർപ്പറേഷൻ. ഇന്ത്യയിൽ എത്രയോ കോർപ്പറേഷനുകളുണ്ട്, അവിടെയെല്ലാം പല പാർട്ടികൾ ഭരിക്കുന്നു. കേരളത്തിൽ എത്രയോ കോർപ്പറേഷനുകളുണ്ട്. കൊച്ചിയിൽ കോർപ്പറേഷനുണ്ട്, കൊല്ലത്തുണ്ട്, തൃശ്ശൂരിലുണ്ട്, കോഴിക്കോടുണ്ട്, കണ്ണൂരുണ്ട്. എത്ര കോർപ്പറേഷനുണ്ട് കേരളത്തിൽ? അവിടെ ഒന്നുമില്ലാത്ത പഞ്ചായത്തുകളുണ്ട്, ഗ്രാമപഞ്ചായത്തുകളുണ്ട്, പാലക്കാട് നഗരസഭയുണ്ട്, ഒക്കെ ഉണ്ട്. നമ്മൾ കാണുകയാണ്. BJP ഭരിക്കുന്നിടമുണ്ട്, BJP മുഖ്യ പ്രതിപക്ഷമായ സ്ഥലങ്ങളുണ്ട്. പക്ഷെ അവിടെ ഒന്നുമില്ലാത്ത ഒരു പ്രത്യേകത, ഒരു പ്രത്യേകതരം ജനാധിപത്യമാണ് നമ്മുടെ കോർപ്പറേഷനിൽ നടക്കുന്നത്. അത് ശരിയായില്ല. ഒരു ഭാഗത്തുനിന്ന് വന്നതും ശരിയായില്ല. ശബരിനാഥ് മുൻ MLA ആണ്. ആ സ്ത്രീകൾ കൂടെ ബഹളം ഉണ്ടാക്കി, സ്ത്രീകൾ കൗൺസിലർമാരായ ആളുകൾ അവിടെ നിൽക്കുന്നു. അവർ കുറച്ച് പ്രതിരോധം തീർക്കുന്നു. സ്വാഭാവികമായിട്ട് അതിനിടയിൽ പുരുഷന്മാർ പോയി പ്രതിരോധം തീർക്കുന്നു. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതിരോധം തീർക്കുകയും വാഗ്വാദം നടത്തുകയും മിനിറ്റ്സ് ബുക്ക് വലിച്ചു കീറുകയും മിനിറ്റ്സ് ബുക്ക് പിടിച്ചു വാങ്ങുകയും ചെയ്യേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ അവിടെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെ കേസ് മാർട്ടിൽ അത് വരും, പിന്നെ അറ്റൻഡൻസ് രജിസ്റ്ററിൽ വരും. അവിടെ പിന്നെ എന്തോ വെച്ചിട്ടുണ്ട്, ക്യാമറ വെച്ചിട്ടുണ്ട്. വലിയ സംവിധാനങ്ങളുണ്ടല്ലോ കോർപ്പറേഷനിൽ. അപ്പോൾ അതിൻ്റെ പേരിൽ, മിനിറ്റ്സ് ബുക്കിൽ ഒപ്പിടുന്നതിൻ്റെ പേരിൽ, അതിൻ്റെ സമയത്തിൻ്റെ പേരിലൊന്നും നിങ്ങൾ ഇങ്ങനെ തർക്കിക്കുകയും വഴക്കുണ്ടാക്കുകയും ചെയ്തത് ഒരു ഭാഗത്തുനിന്ന് വന്നതും പിന്നെ നല്ല പ്രവർത്തനമല്ല. അത് ദൗർഭാഗ്യകരമാണ്, നിർഭാഗ്യകരമാണ്. ഒരു കാരണവശാലും പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നതല്ല. അവിടെ വലിയ ബഹളം ഉണ്ടാക്കുന്ന കണ്ടു. അതിനിടയിൽ ചൂടുവെള്ളം ഒഴിച്ചു വന്ന് പരസ്പരം ആരോപിക്കുന്നു. അങ്ങനെ പരസ്പരം ആരോപിക്കുമ്പോൾ ആരെയാണ് ചൂടുവെള്ളം ഒഴിച്ചതെന്നൊക്കെ സംബന്ധിച്ചൊക്കെ കൃത്യമായ തെളിവുകളൊക്കെ ഉള്ള ഈ ഡിജിറ്റൽ യുഗത്തിൽ ഒരുപാട് ചാനലുകൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, അവർ ലൈവ് സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എന്തിനാണ് ഇങ്ങനെ നിങ്ങൾ സംഘർഷമുണ്ടാക്കുന്നത്? നിങ്ങൾ രാഷ്ട്രീയമായി എതിർത്തോളൂ. രാഷ്ട്രീയമായി ഇപ്പോൾ അവിശ്വാസ പ്രമേയം, തീർച്ചയായിട്ടും അവിശ്വാസ പ്രമേയത്തിന് നമ്പർ ഉണ്ടെങ്കിൽ കൊണ്ടുവരണം. സ്വാഭാവികമായിട്ട് ഏത് ഗവൺമെൻറ്, ഏത് മുന്നണിക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാം. അവിശ്വാസ പ്രമേയമൊന്നും പുതിയ കാര്യമല്ല ഈ രാജ്യത്ത്. കൊണ്ടുവരാം. അത് അംഗങ്ങളുണ്ടെങ്കിൽ അത് അംഗീകരിക്കാം, അത് അങ്ങനെ ചെയ്യാം. പക്ഷേ ഇതിൻ്റെ പ്രൊസീജിയറും ഫോർമാലിറ്റീസും ഒന്നും നടക്കാതെ സംഘർഷത്തിലേക്ക് പോകുന്നത് നിങ്ങളെ തിരഞ്ഞെടുത്ത ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ്. അവരെ നോക്കി പല്ലളിച്ച് കാണിക്കരുത്. ഞാൻ വീണ്ടും പറയുന്നു, പുറത്ത്, കോർപ്പറേഷൻ്റെ പുറത്ത്, ഓഫീസിൻ്റെ പുറത്ത്, അല്ലെങ്കിൽ നിയമസഭയ്ക്ക് പുറത്ത്, പാർലമെൻറ്റിന് പുറത്ത് ഒരുപാട് സംഘർഷങ്ങളും തല്ലും ഉന്തും തള്ളും പിടിച്ചു തള്ളും ഒക്കെ നടക്കും. പക്ഷെ അതിനകത്ത് നടക്കുമ്പോൾ അതിലൊരു കൗതുകക്കുറവുണ്ട്, അതിലൊരു മനോഹാരിത കുറവുണ്ട്. അത് കാണാനൊരു സുഖമില്ല, കേൾക്കാനും ഒരു സുഖമില്ല. അത് ജനാധിപത്യത്തിലെ ഒരുതരം അശ്ലീലമാണ്. അതുണ്ടാവാതിരിക്കാൻ നിങ്ങൾ ശക്തമായി ശ്രമിക്കണം. എല്ലാ കൗൺസിലർമാരും അതിനകത്ത് പക്വത കാണിക്കണം. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരം നഗരത്തിലെ അടിസ്ഥാനപരമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് നിങ്ങൾ ഒന്നിച്ച് നിന്നാലേ പരിഹരിക്കാനും കഴിയുകയുള്ളൂ. കാര്യം, സ്റ്റേറ്റ് ഭരിക്കുന്നതൊരു പാർട്ടി, കോർപ്പറേഷൻ ഭരിക്കുന്ന വേറൊരു പാർട്ടി, പിന്നെ ഒരു പ്രതിപക്ഷവും. ഇതെല്ലാവരും ഇങ്ങനെ നിന്നാൽ ഇത് മുന്നോട്ട് വണ്ടി പോകില്ല. അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ കൃത്യമാണ്. കാര്യങ്ങൾ ജനങ്ങൾ മാൻഡേറ്റ് കൊടുത്തതനുസരിച്ച് കാര്യങ്ങൾ നടക്കട്ടെ. ആ കാര്യങ്ങളിൽ ഒരു കൃത്യമായ അവബോധം കൗൺസിലർമാർ കാണിക്കണം. എല്ലാവരും ആ ഒരു പക്വതയിലേക്ക് വരണം. ഇത് ആരെയും ഞങ്ങൾ കുറ്റപ്പെടുത്താനോ പ്രതിഭാഗത്ത് നിർത്താനോ ഒന്നുമല്ല നമ്മൾ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും തെറ്റ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ പർപ്പസായി രാഷ്ട്രീയം കളിക്കുന്നവർ അത് മതിയാക്കണം. കാപ്പ കേസിൽപ്പെട്ട ഒരാളിൻ്റെ കാര്യത്തിൽ കോടതിയിൽ അദ്ദേഹം ജയിലിലാണ്. അതിൻ്റെ പേരിൽ നിങ്ങൾ തിരുവനന്തപുരത്ത് കോർപ്പറേഷനകത്ത് കടന്ന് മല്ലയുദ്ധം നടത്തിയിട്ട് ഒരു കാര്യമില്ല. അത് കോടതിയുടെ വഴിക്ക് വരട്ടെ. അദ്ദേഹത്തിന് യോഗ്യതയുണ്ടെങ്കിൽ അദ്ദേഹം കൗൺസിലിൽ വരട്ടെ, യോഗ്യതയില്ലെങ്കിൽ വരാതിരിക്കട്ടെ.
ഇത് അദ്ദേഹം വരും എന്ന് പറഞ്ഞുകൊണ്ട് വരാത്ത കൗൺസിലിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കി വലിയ പ്രതിസന്ധിയിലേക്കാണ് കൗൺസിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാരും തമ്മിൽ വരുത്തുന്നവരും വരാത്തവരും വന്നവരും നിന്നവരും എല്ലാം തമ്മിലൊന്നും യാതൊരു തർക്കവും ഇല്ലാതിരിക്കണം. ഇത് വളരെ ഗൗരവതരമായി മുന്നോട്ട് പോകേണ്ടതാണ്. കാരണം 2-3 കാര്യങ്ങൾ. ഒന്ന്, തലസ്ഥാന നഗരമാണ്. നീറുന്ന നിരവധി പ്രശ്നങ്ങൾ നഗരത്തിലുണ്ട്. അതിനൊരു പരിഹാരം ഉണ്ടായേ കഴിയൂ. അതിനിടയിലാണ് ഈ തോന്നിയവാസങ്ങളും ബഹളങ്ങളും ഉള്ളത്. നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു നിരന്തരം. പക്ഷേ അത് നിങ്ങൾ തമ്മിലടിക്കുന്നത് തെരുവിൽ തമ്മിലടിച്ചോളൂ. പക്ഷേ അകത്തെ തമ്മിലടിക്കുമ്പോൾ, ആ കൗൺസിൽ ഹാളിൽ ഇത് തമ്മിലടിക്കുമ്പോൾ അവിടെ നിങ്ങൾ കാണിക്കുന്ന പരാക്രമങ്ങളൊന്നും മനുഷ്യ സഹജമായിട്ടുള്ള കാര്യങ്ങളല്ല. അത് പൊറുക്കാവുന്ന ഒരു ജനാധിപത്യമല്ല. ജനാധിപത്യത്തിൽ ഒരു കാരണവശാലും ഇത് ഉണ്ടാകരുത്. നേരത്തെ അസംബ്ലിയിലുണ്ടായി, ചില നിമിഷങ്ങളിൽ പാർലമെൻറ്റിലുണ്ടാകുന്നു, ചില നഗരസഭയിലുണ്ടാകുന്നു. ബുക്ക് വലിച്ചുകൊണ്ട് പോകുന്നു, കീറിക്കളയുന്നു, പേജ് കീറിക്കളയുന്നു. വളരെ വലിയ ഒരു കാര്യമാണ്. ഒരു കാരണവശാലും അത് ഉണ്ടാകരുത്. അതുണ്ടാകാതിരിക്കാൻ സമവായമല്ലാതെ മറ്റൊരു മാർഗവുമില്ല. പൊളിറ്റിക്കലായിട്ടുള്ള രാഷ്ട്രീയ സംഘർഷങ്ങൾ നടക്കട്ടെ, അത് പുറത്തായിരിക്കട്ടെ. അകത്ത് നിങ്ങൾ സമവായത്തിൽ പോയില്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ നിങ്ങൾ അപഹാസ്യതരാകും. കാരണം സോഷ്യൽ മീഡിയയുടെയും യൂട്യൂബിൻ്റെയും ഡിജിറ്റൽ മീഡിയയുടെയും ലൈവിൻ്റെയും ഒക്കെ കാലമാണ്. എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ലൈവായി കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മയ്ക്ക് വരെ, അടുക്കളയിൽ നിൽക്കുന്ന വീട്ടമ്മയ്ക്ക് വരെ മൊബൈലിൽ ലൈവിൽ കാര്യങ്ങൾ കാണാൻ കഴിയുന്ന പുതിയ യുഗത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് പരസ്പരം പറ്റിക്കാം, പക്ഷെ ജനങ്ങളെ പറ്റിക്കാൻ പറ്റില്ല. ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഓർമ്മ നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം.